സത്യ കണ്ണേട്ടാ, നമ്മുടെ ഈ ശരീരത്ത് കാണുന്ന മറുകളൊക്കെ അത് പൂർവ്വജന്മത്തിലെ കാമുകിമാര് തന്ന ഉമ്മകളാണത്രേ. ഇതൊക്കെ ആര് പടച്ചു വിടുന്നത്? എന്റെ അമ്മമ്മ. നിന്റെ അമ്മമ്മ ചത്തില്ലേ? ചത്തൂന്നല്ല, മരിച്ചു. എന്നാ മരിച്ചില്ലേ? മരിച്ചാൽ എങ്ങനെ വന്ന് പറയാ? കേട്ടില്ല, കുറച്ച് ഉറക്കെ പറയാ. അതെന്റെ അമ്മമ്മ സ്വപ്നത്തിലൊന്ന് പറഞ്ഞാണെന്ന്. ചാത്ത തള്ളക്ക് പലതും പറഞ്ഞു. ബാലാമണി ഇപ്പൊ എവിടെ പോ ഇറങ്ങിയതാ? ബാലാമണിയോ? ബാലഗണപതി. ബാലഗണപതിയോ? ഉണ്ണിഗണപതി. കണ്ണേട്ട എന്റെ പേര് വരെ മറന്നിരിക്കുന്നു. എന്തുവാ പേര്? ഉണ്ണിമായ. ഉണ്ണിമായി ഇപ്പൊ എവിടെ പോ ഇറങ്ങിയതാ? അതേ, കണ്ണേട്ടന് കണ്ണീർ കിട്ടാതിരിക്കാൻ കൂനമ്പായിക്കുളത്തൊരു ശത്രു സംഹാര പൂജ ചെയ്തിട്ട് വരാ ഞാൻ. നീ എന്റെ ഏറ്റവും വലിയ ശത്രു. ഇതാ പ്രസാദം. എന്തുവാ വെച്ച് തേച്ചയായി? തുടക്കരുത്. എന്റെ പ്രസാദം തുടച്ച പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല? ഇല്ല, ഞാൻ വിയർപ്പ് തുടച്ചതാ. അതല്ലേ പറഞ്ഞത്, പുണ്യം കിട്ടൂല കണ്ണേട്ടാ. അതെ കണ്ണേട്ടാ, ഇത് കുമ്പളാമ്പൊയ്കയില് ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു പച്ച വേഴാമ്പല. ഞാൻ ഈ പക്ഷിശാസ്ത്രമൊക്കെ പഠിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയാല്ലേ? പച്ച വേഴാമ്പല്. പച്ച. പിന്നെ കണ്ണേട്ട, പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് നമുക്ക് അച്ഛൻ കല്യാണത്തിന് ശേഷം തരാന്ന് പറഞ്ഞ ആ ഒരു മേളിൽ കിടക്കുന്ന ഒരു വീടില്ലേ? നമ്മുടെ ആ പഴയ. അത് തന്നെ. അത് സംഭവം എന്ന് വെച്ചാല് എത്ര സെന്റ് വരും? അത് ഒരു 10-12 കാണുമായിരിക്കും. 10-12 കാണുമായിരിക്കും അല്ലേ? ബന്ധുക്കാരൊന്നും ഇനിയിപ്പം വലിയ ശല്യത്തൊന്നും വരത്തില്ലായിരിക്കും അല്ലേ? അവരൊന്നും വരത്തില്ല, നമുക്ക് തരാനിരിക്കല്ലേ. നമ്മക്കങ്ങനൊന്നും വേണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറയാം. അങ്ങനൊന്നും പറയണ്ട, വീട്ടുകാർ തരുന്നത് നമ്മൾ സ്വീകരിക്കുന്ന അത്രേ ഉള്ളൂ. ഉണ്ണിയപ്പം പൊക്കോളൂ. ഉണ്ണിയപ്പോ? ഉണ്ണിയങ്ങള് കുഞ്ഞുണ്ണി. ഉണ്ണിമായ പൊക്കോളൂ. വെയിലൊക്കെ അല്ലേ, നിന്ന് വാടാൻ നിൽക്കണ്ട. അകത്ത് കയറി അടയിരിപ്പോ. കണ്ണട്ട അതിനകത്ത് പറഞ്ഞ താഴെ ചാടാമാണ്. എനിക്ക് അവിടെ ഒരാളെ കാണാനാ. നീ പോ, ഞാൻ വരാം, വിളിക്കാം. പോ. പ്രസാദം എത്തിക്കാട്ടോ. പായസം ഒന്നും കൊണ്ടുവരണം. നിന്റെ അച്ഛനോട് കുറയും. അച്ഛനെ കൂടി ഒന്ന് പറഞ്ഞ.